प्रभु श्री राम का हम सब पर आशीर्वाद है। 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है। 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है। राम मंदिर के भूमि पूजन के बाद से प्रतिदिन पूरे देश में उमंग और उत्साह बढ़ता ही जा रहा था। निर्माण कार्य देख देशवासियों में हर दिन एक नया विश्वास पैदा हो रहा था। आज हमें सदियों के उस धैर्य की धरोहर मिली है। आज हमें श्री राम का मंदिर मिला है। मैं आज प्रभु श्री राम से क्षमा याचना भी करता हूं। हमारे पुरुषार्थ, हमारे त्याग, तपस्या में कुछ तो कमी रह गई होगी। നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാമൻ തീയല്ല ഊർജമാണ്, തർക്കമല്ല പരിഹാരമാണ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ രാമക്ഷേത്രവും യാഥാർത്ഥ്യമായി. രാംലല്ല പ്രതിഷ്ഠയ്ക്ക് എത്തിയത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖർ. ഹിന്ദുത്വ പ്രതിഷ്ഠ, ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള പോക്ക് തുടങ്ങിയ വിമർശനങ്ങൾക്കിടയിലും നീതിപീഠത്തിന്റെ വിധിയിലൂടെ അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞത് BJPക്ക് 2024 വഴി സുഗമമാക്കുകയല്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. 2024 കാണാനിരിക്കുന്നത് രാമതരംഗമോ? പ്രൈം ഡിബേറ്റിൽ BJP പ്രതിനിധി ശ്രീ TG മോഹൻദാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന താങ്കൾ പൂർണ്ണമായി കേട്ടുവെന്ന് കരുതുകയാണ്. എന്താണ് താങ്കളുടെ ആദ്യ വിലയിരുത്തൽ? ഇപ്പൊ നമ്മുടെ ടൈറ്റിലായിട്ട് കാണിച്ച പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ സംക്ഷിപ്തം ഇതാണ്. 2024 ജാനുവരി 22 എന്ന് പറയുന്നത് കേവലം ഒരു തീയതിയല്ല, കലണ്ടറിലെ ഒരു ദിനമല്ല, അതൊരു പുതുയുഗ പിറവിയുടെ ആരംഭമാണ് എന്നാണ് അദ്ദേഹം ദീർഘമായ തന്റെ പ്രസംഗത്തിൽ പറയുന്നത്. പക്ഷേ ആ വിഷ്വലിൽ നിങ്ങൾ കാണിക്കാത്ത രണ്ട് സെന്റൻസ് ഞാൻ അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് യഹി സമയ ഹൈ, ഇതാണ് സമയം, സഹി സമയ ഹൈ, ശരിയായ സമയം. ഇത് മുമ്പ് PS ശ്രീധരൻപിള്ള സാറ് ഗവർണർ ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മീറ്റിംഗിൽ, അത് ഒരു അവരുടെ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു, പക്ഷെ മീറ്റിംഗിന്റെ വാക്യങ്ങൾ പുറത്തേക്ക് വന്നു. നമുക്കൊരു സുവർണ അവസരം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കുറച്ചുകൂടി വിപുലമായ ഒരു വാചകമാണ് പ്രധാനമന്ത്രി ഇന്ന് തന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ വരികൾക്കിടയിലൂടെ പറഞ്ഞത്. യഹി സമയേ, ഇത് സമയമാണ്, സഹി സമയ ഹൈ, ഇത് കൃത്യമായ സമയമാണ് എന്ന് പറഞ്ഞാൽ 2024 പോകുന്ന തെരഞ്ഞെടുപ്പില് നമുക്ക് സുവർണ അവസരമെന്ന് ബഹുമാന്യായ ഗവർണർ, മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് സമയം, നമ്മുടെ സുവർണ അവസരം കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാമജന്മക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടുകൂടി നമ്മൾ ഇതാ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു സുവർണ അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. സഹി സമയം.
അപ്പോൾ ഈ സമയത്തെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ സംക്ഷിപ്തമായ രൂപം. അപ്പം ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്ന ഘട്ടം മുതൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ച ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം വളരെ കൃത്യമായി എന്നുള്ളത് മഞ്ജുഷ ഇന്ന് ബോധ്യപ്പെട്ടതാണല്ലോ. ഞാൻ BJPയുടെ 2 പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഞാൻ അവരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കൗതുകത്തോടെ ഒരു ചോദ്യം അവരോട് ചോദിക്കുക, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ. ഇന്ത്യക്ക് 2 BJPയുടെ പ്രധാനമന്ത്രിമാരാണ് ഉണ്ടായത്. ഒന്ന് 5 വർഷവും 13 മാസവും 13 ദിവസവും ഭരിച്ച ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ഇപ്പൊ 10 കൊല്ലമായി അല്ലെങ്കിൽ 9.25 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി. ഞാൻ BJP പ്രതിനിധികളോട് എന്റെ കൗതുകകരമായ ഒരു ചോദ്യം, ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം സാങ്കല്പികമായ ചോദ്യമാണ്, ഹൈപ്പോത്തറ്റിക്കലായ ചോദ്യമാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് പൂർത്തീകരിച്ചത് എങ്കിൽ, ചോദ്യം സാങ്കല്പികമായതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിന് അദ്ദേഹം വരുമായിരുന്നോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ഉത്തരം? അദ്ദേഹം തീർച്ചയായിട്ടും വരില്ല, കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാവാണ്. അപ്പോ താങ്കൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം കലർത്തരുത്, അതാണ് നിങ്ങൾ വിട്ടുനിൽക്കുവാനുള്ള കാരണവും. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് താങ്കൾ ഈ പറഞ്ഞത്. ഒരു കാര്യം കൂടി, ഇന്ന് ശശി തരൂർ പങ്കുവച്ചിരിക്കുന്ന ചിത്രം കൂടി താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇല്ലേ? ഇന്ന് രാമക്ഷേത്രത്തിൽ, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച രാമവിഗ്രഹം, ആ വിഗ്രഹത്തിന്റെ ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും അത് അംഗീകരിച്ചിരിക്കുന്നു, രാംലല്ലയുടെ വിഗ്രഹം. അപ്പോൾ ഇത് എന്താണ്, നിങ്ങൾക്ക് ആശയക്കുഴപ്പമാണോ ഇക്കാര്യത്തിൽ? പ്രധാനമന്ത്രി അവിടെ നേതൃത്വം നൽകിയ ഒരു പ്രതിഷ്ഠ, അതിനെ ഇപ്പോൾ നിങ്ങൾ അനുകൂലിക്കേണ്ടി വരികയാണ്. അതാണല്ലോ അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ പങ്കുവയ്ക്കലിലൂടെ വ്യക്തമാകുന്നത്, അതും ഉടൻ തന്നെ. അല്ല, ഞങ്ങളുടെ വിയോജിപ്പ് ഇതിനകത്ത് എന്താണ്? ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്താൻ, ആ പ്രതിഷ്ഠയ്ക്ക് നടത്തുവാൻ യോഗ്യരായ ആളുകൾ, അല്ലെങ്കിൽ അതിൽ എന്താ പറയുക, താന്ത്രിക വിദ്യ പഠിച്ച ആളുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ, പ്രാവീണ്യമുള്ള ആളുകൾ അവർ നടത്തട്ടെ. അതല്ലാതെ 11 ദിവസക്കാലം ഞാൻ വ്രതമെടുത്തു, ഞാൻ കരിക്കും വെള്ളമാണ് 11 ദിവസം കഴിച്ചത്, ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യ വരെ തൃപ്രയാറിലും ഗുരുവായൂരിലും ശ്രീരംഗനാഥപുരത്തും ഒക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എന്നുള്ളത് എനിക്കൊരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്താനുള്ള യോഗ്യതയാകുന്നുവെങ്കിൽ അത് യോഗ്യതയല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ശ്രീ TG മോഹൻദാസ്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചോദിച്ച സ്ഥിതിക്ക്, വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് രാമക്ഷേത്ര നിർമ്മാണം നടന്നിരുന്നത് എങ്കിൽ, അപ്പോഴാണ് പ്രതിഷ്ഠ നടന്നിരുന്നുവെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നില്ല. അദ്ദേഹം ഇതിന്റെ പ്രതിഷ്ഠ നടത്തുമായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. അതെ, അദ്ദേഹം പ്രതിഷ്ഠ നടത്തുമായിരുന്നോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പക്ഷേ പ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല കേട്ടോ. അങ്ങനെ അതിന്റെ ഒരു സാങ്കേതികമായ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശ്രീകോവിലിനുള്ളിൽ സാന്നിധ്യമാകാൻ. ശരി, ശ്രീ TG മോഹൻദാസ്. ഇപ്പോൾ ഏതായാലും വാജ്പേയിയുടെ കാലത്ത് രാമക്ഷേത്രം വന്നില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് വാജ്പേയി പോകുമായിരുന്നുവെന്നും പോകില്ലായിരുന്നുവെന്നും നമുക്ക് ചുമ്മാ തർക്കിക്കാൻ വേണ്ടി TV യിൽ വല്ല അർത്ഥമുണ്ടോ ആ തർക്കത്തിന്? ഞാൻ പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ സേനാപതി എന്ത് പറയും? പോകില്ലായിരുന്നു എന്ന് പറയും. ഈ മരിച്ചുപോയ ഒരാൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ തർക്കിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഉണക്കത്തർക്കമാണ്. ഏതായാലും സേനാപതിയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, അദ്ദേഹം പോകുമായിരുന്നു. കാരണം അന്നത്തെ ഈ 1991-92 വാജ്പേയിയുടെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കുക. ആ പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലമാണ്, ഇത് മുസ്ലിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടുതരണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ട് വാജ്പേയി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോവില്ല എന്ന് സേനാപതി വേണമെങ്കിൽ തർക്കിക്കാം. മഞ്ജുഷ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ മൊത്തം ഞങ്ങൾ രണ്ടുപേരും, കാരണം വാജ്പേയി മരിച്ചു പോയല്ലോ. അല്ല, ഞാൻ എന്റെ അകത്ത് പറഞ്ഞത് വാജ്പേയി പോകുമായിരുന്നോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചത് ഇന്ന് നരേന്ദ്രമോദി ചെയ്തതുപോലുള്ള ഈ കാര്യങ്ങൾ വാജ്പേയി ആണെങ്കിൽ ചെയ്യുമായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പോകുമായിരുന്നോ എന്നുള്ളതല്ല ചോദ്യം. അതിന് നേതൃത്വം നൽകുമായിരുന്നോ എന്ന്, പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുമായിരുന്നോ എന്നുള്ളത്. ചെയ്യുമായിരുന്നു, അത് നേതൃത്വം നൽകുമായിരുന്നു. എന്താ അതിൽ സംശയം? ഇപ്പോൾ വാജ്പേയി മരിച്ച സ്ഥിതിക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാം, അദ്ദേഹം നേതൃത്വം നൽകുമായിരുന്നു. മാത്രമല്ല, മറ്റെല്ലാവരെയും ശ്രീകോവിലിൽ നിന്ന് പുറത്താക്കിയിട്ട് അങ്ങേര് ഒറ്റയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്തിയേനെ. ഇതും കൂടെ ഞാൻ പറയാം. പക്ഷേ ഈ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ആൾ മരിച്ചു പോയില്ലേ?
പിന്നെ സേനാപതി വേണു ഇതിങ്ങനെ മരിച്ചുപോയ ഒരാൾ ഇന്നത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലായല്ലോ ആ ചോദ്യം. രാഷ്ട്രീയം കലർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേന്ദ്രമായിരുന്നില്ല അത് നടത്തേണ്ടത്, അത് ഒരു മതചടങ്ങാക്കിയാൽ മതിയായിരുന്നു പറഞ്ഞില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല, മതചടങ്ങാക്കിയാൽ എന്താ കോൺഗ്രസ് പോകുമായിരുന്നോ? മതചടങ്ങായിട്ട് നടത്തുന്നു, കോൺഗ്രസ് പോകുമോ? അല്ല 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 ഉദ്ദേശം ഇപ്പോഴാണല്ലോ പുറത്തു വരുന്നത്. ചോദിച്ചത് വേറെ ആയിരുന്നല്ലോ. അതിന് മറുപടി കിട്ടിയപ്പോഴല്ലേ ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ ചോദ്യം ചോദിക്കുക. സാരമില്ല, ഉദ്ദേശത്തെ ഞാൻ മാനിക്കുന്നു. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം കലർത്താതിരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിനോട് സഹകരിക്കുമായിരുന്നോ? കോൺഗ്രസ് എപ്പോഴെങ്കിലും ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇല്ല. കാരണം നിങ്ങൾ ബേസിക്കലി ഹിന്ദു വിരോധികളാണ്. കോൺഗ്രസിൻ്റെ അടിസ്ഥാനം നിങ്ങൾ നോക്കുക, ഹിന്ദു വിരുദ്ധതയാണ് നിങ്ങളുടെ മുഖമുദ്ര. ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക, അതിനായിട്ട് ആരുമായിട്ടും കൂട്ടുകൂടുക. നിങ്ങൾ ഒരിക്കലും രാമക്ഷേത്രത്തിന് അനുകൂലമായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1949 അർദ്ധരാത്രിയിൽ ആ വിഗ്രഹം വെച്ച ദിവസം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലോ. ഇപ്പുറത്ത് ഉത്തർപ്രദേശിൽ പണ്ഡിറ്റ് ഗോവിന്ദ വല്ലഭ് രണ്ടുപേരും കോൺഗ്രസ് ആയിരുന്നു. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിനെതിരെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിന്ദു വിരുദ്ധതയുമായിട്ട് ചേർന്ന് പോകില്ലല്ലോ. അല്ല, അത് വടക്കേ ഇന്ത്യയിൽ അങ്ങനെയാണ് അവരുടെ പെരുമാറ്റം. ഈ പെരുമാറ്റം എല്ലാം ഒരേപോലെയാണോ? ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് കച്ചറയുണ്ടാക്കി ഒരു അമ്പലത്തിൽ കയറാനായിട്ട്. കേരളത്തിലൂടെ ഈ ജോഡോ യാത്ര പോയപ്പോൾ ഈ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ആ മനുഷ്യൻ കയറിയോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാമായിരുന്നു, കയറിയില്ലല്ലോ. എറണാകുളം ശിവക്ഷേത്രത്തിൽ കയറാമായിരുന്നു, ഐക്യത്തമ്പലത്തിൽ കയറാമായിരുന്നു, ചോറ്റാനിക്കരയിൽ കയറാമായിരുന്നു, ഗുരുവായൂർ കയറാമായിരുന്നു, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറാമായിരുന്നു. ഒരു സ്ഥലത്ത് കയറാത്ത മനുഷ്യൻ ആസാമിൽ ഇന്ന് രാവിലെ കിടന്നിട്ട് കച്ചറ ഉണ്ടാക്കുന്ന അമ്പലത്തിൽ കയറണേ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. അതുകൊണ്ട് എൻ്റെ ഇംപ്രഷൻ ഞാൻ പറയുന്നു, ഇവരുടെ ഗുജറാത്തിലെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇവർ രാമഭക്തരാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ 15-ാം തീയതി തന്നെ പോയി, ഇത് 22-ലല്ലേ, 15 തന്നെ പോയി അവിടെ മുങ്ങി കുളിക്കുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണെങ്കിലോ മുഴുവൻ രാമവിരുദ്ധരുമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും. കോൺഗ്രസിന് ഒരു നിറവല്ലല്ലോ. കണ്ടതാണല്ലോ ശ്രീ സേനാപതി വേണു ഇന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് മന്ത്രി വിക്രമാദിത്യ സിംഗ് അദ്ദേഹം പങ്കെടുക്കുക മാത്രമല്ല, അദ്ദേഹം അത് നല്ല രീതിയിൽ പ്രചാരണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല മഞ്ജുഷെ, കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിലെ നേതാക്കളും കോൺഗ്രസ് ഭരിക്കുന്ന പരിമിതമായ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്നുള്ളൂ. അതിലൊന്നാണല്ലോ ഹിമാചൽ പ്രദേശ്. വീരഭദ്ര സിംഗിന്റെ മകനാണ് ഇപ്പൊ പറഞ്ഞ ശ്രീ വിക്രമാദിത്യ സിംഗ്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഞാൻ പോകും. കോൺഗ്രസ് പാർട്ടി ഒരാളെയും വിലക്കിയിട്ടുമില്ല. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസ് പാർട്ടി ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്ന കാര്യത്തിലോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ആ ക്ഷേത്രം ദർശിക്കാൻ പോകുന്നതിലോ ഒന്നും ഒരു വിലക്കും ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന പോലെ, നേതാക്കൾക്ക് കൊടുക്കുന്ന പോലെ അമ്പലത്തിൽ പോകാനോ പള്ളിയിൽ പോകാനോ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. പോകുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എതിർപ്പ് എവിടെ എന്താണ്? ഞങ്ങളുടെ എതിർപ്പ് ടി ജി ഇവിടെ സൂചിപ്പിച്ച ആ കാര്യം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ, ഈ ഒരു സെക്കൻഡ് ടി ജി ഞാൻ വഴങ്ങി. ടി ജി ചോദിച്ചോളൂ. അപ്പോൾ ഈ കോൺഗ്രസ്സിലെ ആർക്കും പോകാമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം കലർത്തരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ഹിമാചൽ പ്രദേശിലെ മന്ത്രി പോയാൽ കുഴപ്പമില്ല, പിന്നെ മല്ലികാർജുൻ ഖാർഗെ പോയാലാണോ നിങ്ങൾക്ക് കുഴപ്പം? ഇത് എന്തൊരു ലോജിക്കാണ്? ഇതിൽ രാഷ്ട്രീയം കലർത്തലല്ലേ? അപ്പോൾ അല്ല ടി ജി കേൾക്കൂ. ഒരു വിശ്വാസിക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങൾ പോകുന്നില്ല. അതാണ് ഞങ്ങൾ വളരെ സുവ്യക്തമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അത് ഈ കാലഘട്ടത്തിലല്ല, കോൺഗ്രസിന്റെ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ പാർട്ടിക്ക്, അതാണല്ലോ കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിപക്ഷം എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്. ആ തീരുമാനത്തെ ആ പാർട്ടി ചോദിച്ചോട്ടെ. യെസ്, ശരി. ഷാബു അല്ലേ? ഷാബു ഒന്ന് ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം ചോദിച്ചു.
അല്ല, ശ്രീ സേനാപതി വേണു, എനിക്കൊരു രണ്ട് ചോദ്യങ്ങളുള്ളൂ. ഒന്ന്, ഈ ട്രസ്റ്റാണ് ഇവരെ എല്ലാവരെയും ഓക്കെ ട്രസ്റ്റാണ് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അത് ഒരു പാർട്ടിയെയും ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടില്ല. അതിന് പകരം പാർട്ടിയിലെ സമുന്നത ചില നേതാക്കളെ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധിയെയും സോണിയാഗാന്ധിയെയാണ് ക്ഷണിച്ചിട്ടുള്ളത്, അല്ലാതെ കോൺഗ്രസിൻ്റെ നേതാവിനെ അല്ല. ഖാർഗെയാണ് ക്ഷണിച്ചിട്ടുള്ളത്, അല്ലാതെ അദ്ദേഹം അഖില ഭാരതീയ അവരുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിലല്ല. അതായത് വ്യക്തിപരമായിട്ട് മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ആ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അയോധ്യ രാമജന്മഭൂമി സ്ഥാനത്ത് ഈ ക്ഷേത്രം ഉയർന്നതിൽ താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ അതേ ജന്മസ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട ഈ മഹാക്ഷേത്രത്തിനോട് നിങ്ങൾക്കൊരു എതിർപ്പുമില്ല. അതിന് പകരം BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അത് ആ ജന്മസ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്ന വിവാദ മന്ദിരത്തിൻ്റെ അതേ സ്ഥാനത്ത് ഈ ക്ഷേത്രം ഉയർന്നതിൽ താങ്കൾക്കോ താങ്കളുടെ പ്രസ്ഥാനത്തിനോ ഒരു വിയോജിപ്പുമില്ല എന്നും കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശരിയാണോ എന്നുള്ളത് ക്ലിയർ ചെയ്താൽ. സേനാപതി അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. കാരണം നേതാക്കളാരും 1992 ഡിസംബർ 6 കാര്യം മിണ്ടുന്നില്ല. ഇതേ പറയുന്നുള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീകോവിലിനുള്ളിൽ കടന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, അതുകൊണ്ട് അത് രാഷ്ട്രീയമായി മാറുകയാണ്. ഇതേ കോൺഗ്രസിന്റെ ഒരു വിശദീകരണത്തിൽ വരുന്നുള്ളൂ. അല്ല ഷാബു പ്രസാദ് ചോദിച്ച ചോദ്യം വ്യക്തിപരമായി ശ്രീമതി സോണിയാഗാന്ധിയെയും അതോടൊപ്പം തന്നെ മല്ലികാർജുന ഖാർഗെയും അതിരഞ്ജൻ ചൗധരിയെയും ക്ഷണിച്ചത് അത് വ്യക്തിപരമായിട്ടല്ല, അവർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായതുകൊണ്ടാണ്. ഒരാള് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും മറ്റൊരാള് മുൻ അധ്യക്ഷയും അതോടൊപ്പം തന്നെ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന നേതാവും എന്ന നിലയിലാണ് ശ്രീമതി സോണിയാഗാന്ധിയെ ക്ഷണിച്ചിട്ടുള്ളത്. അധീർ രഞ്ജൻ ചൗധരിയെ ക്ഷണിച്ചിട്ടുള്ളത് കേവലം ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലല്ല, ലോക്സഭയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ ക്ഷണത്തെയാണ് കോൺഗ്രസ് പാർട്ടി നിരസിച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു ക്ഷണത്തിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഔദ്യോഗികമായി അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി പോകുന്നില്ല. ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പോകണമെങ്കിൽ പോകാം എന്നുള്ളത് ഒന്നാമത്തെ. രണ്ടാമത് ക്ഷേത്രം ഉയർന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഷാബു പ്രസാദ്. ഇവിടെ ക്ഷേത്രം ഉയർന്നത് 2019 സുപ്രീം കോടതിയുടെ വിധിയോടുകൂടിയാണ്. ആ തർക്ക മന്ദിരത്തിൽ അല്ലെങ്കിൽ അവിടെ നിലവിലുണ്ടായിരുന്ന സ്ട്രക്ചർ പൊളിക്കപ്പെട്ട് മസ്ജിദ് രൂപത്തിലുണ്ടായിരുന്നു, പൊളിക്കപ്പെട്ട് അതിനെ സംബന്ധിച്ച് വളരെ ദീർഘമായി 92 മുതൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം നടന്ന എല്ലാ വ്യവഹാരങ്ങളും ആ വ്യവഹാരങ്ങൾക്ക് അന്തിമമായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ച ആ തീർപ്പ് പ്രകാരമാണ് അവിടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് പാർട്ടി അത് കോടതി തീരുമാനിച്ചിരിക്കുന്ന സുപ്രീം കോടതിയുടെ തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് അത് വന്നിരിക്കുന്നത്. അത് ക്ഷേത്രം ഉയരട്ടെ. പക്ഷെ ആ ക്ഷേത്രം ഉയരുന്നതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായി ഞാൻ ഒരു മിനിറ്റും കൂടെ മഞ്ജൂഷ തരാം. ഇനിയിപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതൊരു പ്രധാനമന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അനുസരിച്ച് അദ്ദേഹം ആ ചടങ്ങിൽ പോകുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പണ്ട് അദ്ദേഹത്തിന്റെ പേര് വിഷ്ണുകുമാറിനോ അങ്ങനെ ഏതാണ്ട് ഒരു പേരാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സന്യാസ ജീവിതം, അദ്ദേഹം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അവിടുത്തെ ഗവർണർ പങ്കെടുക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് RSSന്റെ നേതാവ് മോഹൻ ഭാഗവത്തിന് ശ്രീകോവിലിനകത്ത് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി, BJPയുടെ RSSന്റെ ഒരു പരിപാടിയായി നിങ്ങൾ ഇതിനെ മാറ്റി. അത് മാത്രമല്ല, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചേതക് വിമാനം ഹെലികോപ്റ്റർ അവിടെ പുഷ്പവൃഷ്ടി നടത്തുന്നു. അത് ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാഷ്ട്രത്ത് അത് ഉചിതമായ ഒരു കാര്യമാണോ എന്നുള്ളത് മഞ്ജുഷ് അവർ പറയട്ടെ. അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കുക. അതിനു മുമ്പ് മാധ്യമപ്രവർത്തകനായ ശ്രീ സിബി സത്യൻ കൂടിയുണ്ട്. ശ്രീ സിബി സത്യൻ, ഈ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും, അതും രാമക്ഷേത്രത്തിന്റെ കാര്യമാകുമ്പോൾ BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു അപ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയോ എന്നുള്ള കാര്യം. പിന്നെ ഈ കോൺഗ്രസ് പറയുന്ന ഈ വാദങ്ങളുണ്ടല്ലോ, അതിൽ അവർക്ക് തപ്പിത്തടയേണ്ട ഒരു ഗതികേട് വരുന്നുണ്ടോ? ഇന്ന് തരൂർ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഉടൻ തന്നെ അദ്ദേഹം രാംലല്ല വിഗ്രഹത്തിൻ്റെ ചിത്രം
പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാനും വിശ്വാസിയാണ്, ഞാനും ഈ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ നിലപാടുമായി രംഗത്തെത്തുന്നു. ഇങ്ങനെയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും കാര്യം. അപ്പോൾ അവിടെയും ഒരു രണ്ട് പക്ഷം വരികയാണല്ലോ. എതിർക്കുന്നു, പക്ഷേ മറുവശത്ത് നോക്കിയാൽ എതിർപ്പില്ല, ഞങ്ങൾക്ക് എതിർപ്പില്ല, കാരണം സുപ്രീം കോടതി വിധിയോടുകൂടി എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ കോൺഗ്രസിനും പറയേണ്ടി വരുന്നുണ്ട്. മഞ്ജുഷ, ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കി കാണേണ്ടത്. ഒന്ന്, രാമക്ഷേത്ര നിർമ്മാണം നടത്തിയത് അതിന്റെ ട്രസ്റ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. കാരണം ഒരു ക്ഷേത്ര നിർമ്മാണത്തിനകത്ത് ഗവൺമെന്റ് എന്ത് കാര്യം എന്ന ന്യായമായ ചോദ്യമാണ് ആദ്യം ഉയരേണ്ടത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ യാഗത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാ ചടങ്ങിന്റെ യജമാനൻ എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശ്രീ സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ഗവൺമെന്റ് മെഷീനറി ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായ കാര്യമല്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത്, ഇത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തുടക്കം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വളർച്ചയുടെ ഓരോ പടവുകളും എടുത്തു കഴിഞ്ഞാൽ അത് രാമൻ എന്ന് പറയുന്ന ഈ അയോധ്യയുടെ ഈ രാമനിൽ കുരുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്നതാണ് BJPയുടെ വളർച്ച. അതായത് 80കളിൽ അത് രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. എന്താണ് TG, എന്താണ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. ഇതേ ഈ കേരളത്തിലെ ഏകദേശം 3000 അമ്പലങ്ങളുടെ യജമാനാണ് K. രാധാകൃഷ്ണൻ എന്ന ദേവസ്വം മന്ത്രി. എന്തു പറയാനുണ്ട്? ഗുരുവായൂർ ദേവസ്വം ആരുടെ കയ്യിലാണ്? കേരള സർക്കാർ നോമിനേറ്റ് ചെയ്ത കമ്മിറ്റിയുടെ കയ്യിലാണ്. ഇരിങ്ങാലക്കുട ആരുടെ കയ്യിലാണ്? എത്ര വർഷമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി 10,000 അമ്പലം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാണവുമില്ലാതെ നരേന്ദ്രമോദി പോയത് വലിയ മഹാഭാവമായി പോയി എന്ന് പറയുന്നു. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ആമഗ്നം മുങ്ങി നിൽക്കുകയാണ്. എത്ര ദിവസമാണ് K. രാധാകൃഷ്ണൻ ശബരിമലയിൽ ക്യാമ്പ് ചെയ്തത്? എന്താ കാര്യം K. രാധാകൃഷ്ണൻ ശബരിമലയിൽ? ആ കാര്യമൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് അയോധ്യയിലും ഉണ്ട്, അത്രയെങ്കിലും ഉണ്ട്. ഏതായാലും അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. ഒരു മന്ത്രി എന്ന നിലയ്ക്ക്, ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളുമായിട്ടും ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നതും തൽക്കാലം പ്രധാനമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ലാതിരിക്കെ ശ്രീരാമചന്ദ്രന്റെ ഒരു പ്രത്യേക റോളും ഇല്ലാതിരിക്കെ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ കരുതുന്നത് അത് ഒരു എന്താ പറയുന്ന ഒരു നഗ്നമായ ലംഘനം കൂടിയാണ്. രാധാകൃഷ്ണൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴുകില്ല, നരേന്ദ്രമോദി തൊഴും. ഇതല്ലേ ഉള്ളൂ. ഇനി നിൽക്കും ഞാനൊരു കാര്യം പറയട്ടെ. തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ, ആരുടെയാണെന്നറിയാമോ? ഇന്ത്യൻ പട്ടാളത്തിൻ്റെയാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ. ഇന്ത്യൻ പട്ടാളം ഒരു ക്ഷേത്രം നടത്തുന്നുണ്ട് കേരളത്തിൽ. നിങ്ങൾ എന്തിനാണ് ഈ അയോധ്യയെ നോക്കി അസൂയപ്പെടുന്നത്? കേരളത്തിൽ നിങ്ങളുടെ ഭരണകൂടം ആമഗ്നം ക്ഷേത്രങ്ങളിൽ മുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് മോദി ചെയ്തത് ശരിയായില്ല, ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തിയത് ശരിയായില്ല. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് കാവൽ പോകുന്നത് അശ്വാരൂഢരായ കേരള പോലീസുകാരാണ്, അറിയാമോ? പള്ളുരുത്തിയിൽ ഒരു ദിവസത്തെ ചെറപ്പ് നടത്തുന്നത് അവിടുത്തെ കസബ പോലീസ് സ്റ്റേഷനാണ്, ഇല്ലേ? ഗുരുവായൂരിൽ കോടതി വിളക്ക് എന്ന് പറഞ്ഞൊരു വിളക്കുണ്ട്. ഒരു ദിവസം കോടതിയിലെ ജീവനക്കാരാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്? മോദിയെ കുറ്റം പറയാൻ നിങ്ങൾക്കൊരു കാരണം കിട്ടി, നിങ്ങൾ അങ്ങ് ആഘോഷിക്കുന്നു. അങ്ങനെ ഒരു താരതമ്യം അവിടെ നടത്താൻ പറ്റുകയില്ല എന്നാണ് സിബിയുടെ വാദം. സിബി, അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കകത്ത് രാമൻ കൊടുത്ത സംഭാവന എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 80കളിൽ രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ 92ല് ബാബറി മസ്ജിദ് തകർക്കും വരെയുള്ള ഒരു കാലഘട്ടത്തിന് ശേഷമാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശരിക്കുള്ള ഉദയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു കാരണവശാലും നമുക്ക് അതിനെ മറച്ചു വെച്ചുകൊണ്ട്, ആ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കിതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അടുത്തൊരു സംഗതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ എടുക്കായിരുന്നല്ലോ. 1949 BJP ഇല്ലല്ലോ. 49 BJP ഇല്ല. ജവഹർലാൽ നെഹ്റു ഉണ്ട്, പണ്ഡിറ്റ് പന്ത് ഉണ്ട്. നിങ്ങൾക്ക് മൊത്തം രാമജന്മഭൂമി അങ്ങ് എടുക്കാമായിരുന്നല്ലോ, എടുത്തില്ലല്ലോ.
ആർക്കും വേണ്ടാതായി കഴിഞ്ഞപ്പോൾ BJP ഏറ്റെടുത്തു. അതാണ് കുറ്റമായി പോയത്. ആണെങ്കിൽ ഒരു സംഗതി എന്ന് പറയുന്നത്, ആദ്യത്തെ നറേറ്റീവ് നമ്മളുടെ ഇതുമായിട്ട് രാമജന്മഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ BJP വൃത്തങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാർ വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് അയോധ്യയിൽ ക്ഷേത്രമില്ല എന്നുള്ള തരത്തിലാണ്. അയോധ്യയിൽ ചെറുതും വലുതുമായിട്ട് 700ഓളം രാമക്ഷേത്രങ്ങളുണ്ട്. ആ പ്രത്യേക സ്ഥലത്ത് അത്രയേറെ രാമക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ക്ഷേത്രം ഇല്ല എന്ന് പറയുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും UP കണ്ടിട്ടില്ലാത്ത, അയോധ്യ കണ്ടിട്ടില്ലാത്ത ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദു ജനതയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്ന് പറയുന്നതിനകത്ത് വേറെ ഒരു പിന്നെ ഈ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ പള്ളികളും സാറേ, അത് ഞാൻ പറയുന്നത് ഈ സംസ്കാരങ്ങളുടെ ഒരു പൊതു ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊതു തത്വം എന്ന് പറയുന്നത് നശീകരണത്തിലൂടെയാണ് ഓരോ കാലഘട്ടത്തിലും വളർന്നിട്ടുള്ളത്. അതായത് പണ്ട് ജംഗീസ് ഖാൻ ഇന്ത്യയിൽ പടയോട്ടം നടത്തുമ്പോൾ 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ജംഗീസ് ഖാൻ മറ്റു സ്ഥലങ്ങളിൽ പടയോട്ടം നടത്തുമ്പോൾ അവിടെ പള്ളികളാണെങ്കിൽ അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഈ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഏത് പള്ളിയാ? അല്ലല്ല, ഞാൻ പറഞ്ഞത് പടയോട്ടങ്ങളുടെ പൊതു സ്വഭാവമാണ്. അലക്സാണ്ട്രിയ തകർത്ത് കളഞ്ഞത് റോമക്കാരാണ്. പടയോട്ടങ്ങളുടെ പൊതുസ്വഭാവം പറയുമ്പോൾ പടയോട്ടങ്ങളുടെ പൊതുസ്വഭാവത്തിൽ മരിച്ചുപോയ മുസ്ലിം പള്ളിയുടെ പേര് പറഞ്ഞേ. ഇന്ത്യയിൽ, ഭാരതത്തിൽ ആരെങ്കിലും നശിപ്പിച്ച ഒരു മുസ്ലിം പള്ളി? ഭാരതത്തിൽ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തില് ഇന്ത്യയിലും ഇസ്ലാമിസം വളർന്നു കാലഘട്ടമല്ലേ? കടന്നു വന്നതിന് ശേഷം ചെയ്യാമായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അന്ന് ക്ഷേത്രങ്ങളിലാണ് സമ്പത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ജനറലൈസ് ചെയ്ത് സാമ്രാജ്യമുണ്ട്. അതിനകത്ത് കയറിയിട്ട് മറുപടി ഞാനങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. അദ്ദേഹം ചെങ്കിസ് ഖാൻ പള്ളി ഏത് പള്ളി? സാറേ, ഞാൻ പറഞ്ഞു തീർന്നുണ്ട്. ഈവൻ കേരളത്തിലായാലും ഇപ്പൊ നമ്മൾ ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നതാണ് ചരിത്രത്തിന്റെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കാരണം അന്ന് ക്ഷേത്രങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിരുന്നത്, സമ്പത്ത് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടിപ്പു സുൽത്താൻ മാത്രമല്ല, മറ്റു രാജാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ ആക്രമിക്കാറുണ്ട് സമ്പത്ത് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് വിശ്വാസക്കുറവോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. അത് മാരകമായ സമ്പത്ത്, അതായത് സമ്പത്തും അധികാരവുമാണല്ലോ എല്ലാ രാജ്യത്തിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ സംഗതികൾ. ഇല്ല, അങ്ങനെ സ്വീപ്പിംഗ് അലിഗേഷൻ പറ്റില്ല. ഏത് രാജാവാണ് അമ്പലം കൊള്ളയടിച്ചത് പറഞ്ഞേ? ഹിന്ദു രാജാവിന്റെ പേര് പറഞ്ഞു. ചോള രാജാക്കന്മാരും ഒക്കെ കടന്നുപോയ എല്ലാ പടയോട്ടങ്ങളിലും തകർക്കപ്പെട്ടതാണ് എന്ന് സാറ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരാളിന്റെ പേര് പറയൂ. ഒരു രാജാവിന്റെ പേര് പറ. മാർത്താണ്ഡവർമ്മ അടക്കമുള്ളവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ കൃത്യമായിട്ട് ആ ക്ഷേത്രത്തിന്റെ പേരോ സംഭവം എനിക്ക് ഓർമ്മയില്ല. അടുത്ത ചർച്ചയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് അതിന്റെ അടുത്ത ചർച്ചയല്ലേ ഈ ചർച്ച കഴിയുമ്പോൾ തന്നെ എന്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അയച്ചുതരാന്ന് പറഞ്ഞു. ഞാൻ ഇടപെടുകയാണ്. ഞാൻ നേരത്തെ സേനാപതി വേണു പറഞ്ഞൊരു വിഷയമുണ്ട്. അല്ല, സേനാപതി പറഞ്ഞൊരു വിഷയമുണ്ട്. അതിന് മറുപടി ശ്രീ ഷാബു പ്രസാദ്. ഓർമ്മയില്ലാന്ന്. ശരി, TG താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ സേനാപതി വേണു പറഞ്ഞത് മോഹൻ ഭഗവതിന് എന്താണ് അവിടെ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആ രാഷ്ട്രീയം കലർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന കോൺഗ്രസിന്റെ നിലപാട് സാധൂകരിക്കുന്നതാണല്ലോ ഇന്ന് കണ്ട ദൃശ്യങ്ങളെന്ന് സേനാപതി വേണുവിനുള്ള മറുപടി. ഷാബു. മഞ്ജുഷേ, ഒരു പ്രോഗ്രാം ഒരിടത്ത് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ സംഘാടകരാണ് തീരുമാനിക്കുന്നത് ആര് പങ്കെടുക്കണം, ആരെവിടെ നിൽക്കണം, ഓരോരുത്തരുടെ സ്ഥാനം എവിടെയാണ് എന്ന്. സുപ്രീം കോടതി നിയോഗിച്ച പ്രകാരമുള്ള രൂപീകരിച്ച ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റാണ് തീരുമാനിച്ചത് അവിടെ ആരൊക്കെ ഉണ്ടാവണം, ഓരോരുത്തരുടെ റോൾ എങ്ങനെയാണ് എന്ന്. സമയക്രമങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ സംഘാടക സമിതിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് ഈ നാട്ടിലെ ചോട്ടാ ക്ലബിൻ്റെ നോട്ടീസിൻ്റെ അടിയിൽ പോലും കാണും. അങ്ങനെ ഒരു സംഘാടക സമിതിയാണ് തീരുമാനിച്ചത് അവിടെ ആരുണ്ടാകണം എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്,
ഇനി വേറൊരു കാര്യം പറഞ്ഞു, സേനാപതി വേണു എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ DG പറഞ്ഞ പോലെ ഇങ്ങനെ ഈ അസൂയ കൊണ്ട് പൊളയുന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് 83 മുതൽ ഇതിപ്പോൾ 2023 4 പതിറ്റാണ്ടായി ഈ രാമജന്മഭൂമി വിഷയത്തെ ഏറ്റെടുത്ത് അത് ഇത്രയും വലിയ ഒരു മഹാവിജയത്തിലേക്ക് എത്തിച്ച ആ ഒരു വലിയ സംഘപരിവാറിൻ്റെ പരമോന്നത നേതാവ്, അവർക്ക് വളരെ വലിയൊരു റോൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. ഈ ഒരു വിജയത്തിൽ വളരെ വലിയ റോൾ അവർക്ക് ആ സംഘടനയ്ക്കുണ്ട്, ആ സംഘടനയുടെ പരമോന്നത നേതാവിനുണ്ട്. അങ്ങനെ ഒരു ആളിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകണം എന്ന് ഈ സംഘാടക സമിതി ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എന്താ ഇത്ര അത്ഭുതമുള്ളത്? പിന്നെ മറ്റൊന്ന്, സേനാപതി വേണുവിനോട് ഒരു കാര്യം കൂടി പറയുകയാണ്. മറ്റൊരില്ല, അത് ഒന്ന് ചരിത്രത്തിൻ്റെ ഒന്ന് പുറകിലേക്ക് പോകണം. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഇവിടെ മുഹമ്മദ് ഗോറി 17 തവണ തകർത്ത് അവിടെ ഒരു മേക്ക് ഷിഫ്റ്റ് ഒരു സെമി മോസ്ക് വരെ ആക്കിയ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ 1951 ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴേക്ക് പട്ടേൽ അന്തരിച്ചിരുന്നു. അന്ന് ദീക്ഷയെടുത്ത് ഗർഭഗൃഹത്തിനകത്ത് കയറി പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് സേനാപതി വേണുവിന് അറിയുമോ? ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി സാക്ഷാൽ രാജേന്ദ്ര പ്രസാദാണ് ദീക്ഷയെടുത്ത് വ്രതമെടുത്ത് അന്ന് ഇവിടെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെയും ഒരു ചരിത്രം ഇവിടെ ഉണ്ട് സേനാപതി വേണു. അതിൻ്റെ അകത്ത് യാതൊരു അനൗചിത്യവുമില്ല. പിന്നെ സംഘാടക സമിതി തീരുമാനിക്കട്ടെ, പിന്നെ TG ഇവിടെ പറഞ്ഞല്ലോ, ഈ 49 ഈ വിഷയം നടക്കുന്നത്. അത് കഴിഞ്ഞ് 1983 ധർമ്മസംസദിൽ വെച്ചിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇത് ഏറ്റെടുക്കുന്നത്, സംഘപരിവാർ ഈ വിഷയം ഏറ്റെടുക്കുന്നത്. നീണ്ട 40 വർഷത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് അത്രയും കാലം ഈ രാമലല്ലേ നിങ്ങൾ ജയിലിലിട്ടിരിക്കുകയല്ലായിരുന്നോ? അതുപോലെ TG പറഞ്ഞതിനോട് ഒരു അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കോൺഗ്രസ്സുകാർ എന്നും മതത്തിനെ ഏതെല്ലാം രീതിയിൽ അവരുടെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, 1989 പാർലമെന്റ് ഇലക്ഷൻ പ്രചാരണം രാജീവ് ഗാന്ധി ആരംഭിച്ചത് ഈ അയോധ്യയിൽ നിന്നാണ്. കാര്യം അയോധ്യ ഒരു വികാരമായി വളർന്നു കഴിഞ്ഞു. അതിനെ മുതലെടുക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി എന്ന ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി ഈ കേരളത്തിൽ പാലക്കാട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ആ കൈപ്പത്തി പ്രതിഷ്ഠ കണ്ടപ്പോഴാണ്, അന്ന് മുതലാണ് പശുവും കിടാവും ചിഹ്നമായിരുന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയായി മാറിയത്. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ മുഴുവനും നടന്നു, ഒരിടത്തും കയറിയില്ല. അതേസമയം ഇയാൾ നടന്ന് മധ്യപ്രദേശിലും അവിടെയൊക്കെ എത്തിയ സമയത്ത് തൊപ്പിയും വെച്ച് താറും എടുത്ത് ഓരോ മഠങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നും ഈ രീതിയിലുള്ള നാണംകെട്ട പരിപാടിക്ക് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ഇവിടെ VM സുധീരൻ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് എടുത്തത്. ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ പണിഞ്ഞ ക്ഷേത്രത്തിൽ രാമനില്ല, അവിടെയുള്ളത് രാമനല്ല, അത് അങ്ങനെയുള്ള ആ ഒരു നിലപാട്. അപ്പോൾ അതിനോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നിലപാടാണ്. അതുപോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ഈ പറഞ്ഞതുപോലെ നിലപാടില്ലാത്തത് കൊണ്ടാണ്. ഇവർ തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അത്രമാത്രം വലിയൊരു കൺഫ്യൂഷനിലേക്ക് ഇവർ വീണിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ശരി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ TG മോഹൻദാസ്, സിബി സത്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയണം, സമയം വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി സിബിയുടെ ആ വാദങ്ങളുണ്ടല്ലോ, അവയ്ക്കുള്ള മറുപടി. ഇല്ല, സിബിയുടെ വാദങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ ഞാൻ കൗണ്ടർ ചോദിച്ചപ്പോൾ സിബിക്ക് ഓർമ്മയില്ല, അറിയില്ല. ഒന്ന് ചെങ്കിസ് ഖാൻ നശിപ്പിച്ച ഏതെങ്കിലും ഒരു പള്ളിയുടെ പേര്, വേറൊന്ന്
മാർത്താണ്ഡവർമ്മ കൊള്ളയടിച്ച ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പേര്. ജംഗീസ് ഖാൻ പള്ളി നശിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുമാതിരിയുള്ള പടയോട്ടങ്ങൾ സാരമില്ല, എല്ലാ സ്ഥലങ്ങളിലും അവിടെ മറന്നുപോയതായിരിക്കാം. നിലനിൽക്കുന്ന സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകളെ തുടച്ചു മാറ്റുക എന്ന് പറയുന്ന അന്നത്തെ പടയോട്ടങ്ങളുടെ പൊതു സ്വഭാവമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജംഗീസ് ഖാൻ കടന്നുപോയ എല്ലാ വഴികളിലും എല്ലാ രാജ്യങ്ങളിലും അവിടെ നിലനിൽക്കുന്ന മതങ്ങളുടെ ക്ഷേത്രങ്ങളോ ശരിയാണ്. ഈ പടയോട്ടങ്ങളുടെ ഒരു പൊതുസ്ഥിതിയെ പറ്റിയാണ് ഈ സംസ്കാരങ്ങളെ തകർക്കുക എന്നുള്ള, നിലവിലുള്ള സംസ്കാരങ്ങളെ തകർക്കുക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അലക്സാണ്ട്രിയയുടെ അതെ അറിവിന്റെ കേദാരഭൂമിയായിരുന്ന ഗ്രീസിലെ അലക്സാണ്ട്രിയയുടെ ലൈബ്രറി അടക്കമുള്ള എല്ലാം തകർത്ത് കളഞ്ഞത് റോമ സാമ്രാജ്യമാണ്. മറുപടി ഇല്ല, അതൊന്നുമല്ല പ്രശ്നം. ഈ നിങ്ങൾ ചെങ്കിസ് ഖാനെയും മാർത്താണ്ഡവർമ്മയും ഒരേപോലെ ഡെമണൈസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവർ പറഞ്ഞങ്ങോട്ട് നിരപ്പാക്കുകയാണ്. ഈ സ്പെസിഫിക് ആയിട്ട് ചോദ്യം വന്നു കഴിയുമ്പോൾ പറയും, അല്ല പടയോട്ടങ്ങളുടെ പൊതുസ്വഭാവം അതാണ്. പൊതുസ്വഭാവത്തിൽ ഹിന്ദു പെടുന്നില്ല സാർ, പെടുന്നില്ല. ഈ പറഞ്ഞ ആളിൻ്റെ പ്രായം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഡയറക്റ്റ് ടി വിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് 1992 ഡിസംബർ 6 തീയതിയിലത്തെ സംഭവം. അറിയാമോ? അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അതെനിക്ക് ഒരു കുറച്ചിലായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഡിസ്പ്യൂട്ടഡ് ആയ സ്ട്രക്ചർ പോലും ആദ്യമായിട്ടാണ് ഹിന്ദു കൈവയ്ക്കുന്നത്. അത് 1992 സ്വതന്ത്ര ഭാരതം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം പള്ളി നശിപ്പിച്ചിട്ടുണ്ടോ? ഉടനെ നിങ്ങൾ പറയും, ഓ ക്ഷേത്രങ്ങളിൽ സമ്പത്ത് കുന്നുകൂടിയിട്ടു. ഏത് ക്ഷേത്രങ്ങളിലാണ് സാർ? പട്ടിണി കിടക്കുന്ന ക്ഷേത്രങ്ങളിലോ? എവിടെയാണ് സമ്പത്ത് കൂട്ടിയിട്ടിരുന്നത്? എത്രയോ ക്ഷേത്രങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളാണ്. ഈ മട്ടമ്മൽ നരസിംഹമൂർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ശ്രീകോവിലും അതിന് ഒരു ചുറ്റമ്പലവും. ഇത്രയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചത് എന്തിനാണ്? ശരി, നിങ്ങൾ കൊള്ളയടിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെടുത്ത് ചവിട്ടുപടിയാക്കുക, കിണറ്റിലിടുക, ഈ പരിപാടിയൊക്കെ ചെയ്തെന്തിനാ? കള്ളന് കട്ടിട്ട് പോയാൽ പോലെ വിഗ്രഹം നമ്മളല്ല കൊള്ളയടിച്ചത്. ടിപ്പു സുൽത്താനും ക്ഷേത്രങ്ങൾ നിങ്ങൾ കൊള്ളയടിച്ചു എന്ന് പറയുന്ന വാക്ക് ശരിയാണ്. ഇപ്പോ അല്ല, അത് നിങ്ങൾ യു റെപ്രസെന്റ് ചെങ്കിസ് ഖാൻ ആൻഡ് ഐ റെപ്രസെന്റ് മാർത്താണ്ഡവർമ്മ. അതാണല്ലോ ഒരു ഡിബേറ്റിൽ സംഭവിക്കുന്നത്. വെൻ യു എക്സ്റ്റെൻഡ് എ ബ്രീഫ് ഫോർ സംബഡി, യു ആർ ഹി. ഇതാണ് അതിന്റെ ഇക്വേഷൻ. നിങ്ങൾ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സമീപനമല്ല. അത്തരത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ചരിത്രത്തിലെ ഒരു പോർഷൻ എടുത്ത് സാറിനോട് പറയുമ്പോ സാറ് അതിനെ അല്ലല്ല, ജംഗീസ് ഖാനെയും ഞാൻ പടയോട്ടങ്ങളെയാണ് താരതമ്യം ചെയ്തത്. ഞാൻ സാറിനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ പടയോട്ടങ്ങളെയാണ് താരതമ്യം ചെയ്തത്. പടയോട്ടങ്ങളുടെ എല്ലാ കാലത്തും പടയോട്ടങ്ങളുടെ ചരിത്രം തച്ചുടച്ച് കളയുന്ന സംസ്കാരങ്ങളുടെ ചരിത്രം തന്നെയാണ് ആ. അപ്പൊ അതിന് തുല്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഹിന്ദു രാജാവിന്റെ കാര്യം പറയൂ നിങ്ങൾ. ചോള ചേര രാജാക്കന്മാർ പരസ്പരം ആക്രമിക്കുമ്പോൾ അവരുടെ തകർത്ത് കളയുന്ന ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ക്ഷേത്രങ്ങൾ അടക്കമുള്ള എല്ലാ ആരാധനാലയങ്ങളും ഒക്കെ ഉൾപ്പെടുമായിരുന്നു അതിനകത്ത് ഈ കറക്റ്റ് സാറിന് ഒരു കൃത്യമായിട്ട് രാജാക്കന്മാർ ആക്രമിച്ചിട്ടുണ്ട്, ഒരൊറ്റ ക്ഷേത്രം നശിപ്പിച്ചിട്ടില്ല. എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ സാറിന് കൃത്യമായ മറുപടി ഞാൻ തരുമായിരുന്നു. മാർത്താണ്ഡവർമ്മയും കൊച്ചി രാജാവും ഒക്കെ തമ്മിൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് യുവർ ലോജിക് ഈസ് ഇസ്ലാമിക് ലോജിക്. അതുകൊണ്ട് ഇസ്ലാമിനെ പോലെ എല്ലാവരും പെരുമാറിയും നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ അല്ല, വേറിട്ട് പെരുമാറുന്ന ഒരു സമാജമാണ് ഹിന്ദു. ആ ഹിന്ദു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിന്ദു സൊസൈറ്റി ബിഫോർ പെയിന്റിംഗ് വിത്ത് ദ സെയിം ബ്രഷ്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദു ഒക്കെ ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞ് പെയിന്റ് അടിക്കുന്നില്ലേ? ആ പെയിന്റ് പരിപാടി മനസ്സിലാക്കണം ഹിന്ദു സംസ്കാരം. യു ആർ എ യങ് മാൻ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സാർ ഞാനൊന്ന് പറഞ്ഞോളൂ സാർ, ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ സാർ. ഈ ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ പുരാതന കാലത്ത് രാജാക്കന്മാർ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കാശി രാജാവും തൊട്ടടുത്ത രാജാവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴും ആ കാശിയിലേക്കുള്ള തീർത്ഥയാത്രകൾ ഒരിക്കലും തടസ്സപ്പെട്ടിരുന്നില്ല.
പരസ്പരമുള്ള തീർത്ഥയാത്രകളോ പുണ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾക്ക് യാതൊരു വിഘ്നവും ഉണ്ടായിട്ടില്ല. ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോൾ മറുവശത്തു കൂടി തീർത്ഥയാത്രകളും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേരളത്തിൽ ജനിച്ച ആദിശങ്കരൻ ഈ ആസേതു ഹിമാചലം സഞ്ചരിച്ചത്. ടി ജി സാർ പറഞ്ഞത് കറക്റ്റാണ്. ഈ ഒരു മനോഭാവം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധവികാരങ്ങൾ പിടിച്ചെടുത്തോ സാറേ? ആദിശങ്കരന്റെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു റിവൈവലിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്ന ബുദ്ധവികാരങ്ങൾ തിരിച്ചെടുത്ത ക്ഷേത്രങ്ങൾ ആദിശങ്കരന്റെ നേതൃത്വത്തിൽ നടന്നത് അതൊരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ആയിരുന്നു, ഫിസിക്കൽ അല്ല. ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ്, ബൗദ്ധിക സംവാദങ്ങളാണ് നടന്നിട്ടുള്ളത്. അല്ലാതെ ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രഗിളും ആദിശങ്കരന്റെ കാലത്ത് നടന്നിട്ടില്ല. ബുദ്ധവിഹാരങ്ങൾ കീഴടക്കിയതും തകർത്തതും മുഴുവനും ഇസ്ലാമിക അധിനിവേശമാണ്. എന്തിന്? ഈ അടുത്ത കാലത്ത് ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ തകർത്തത് ആരാണ്? 1000-1500 വർഷം മുമ്പൊന്നുമല്ല, 10-20 വർഷം മുമ്പ്. ഇവിടെ ബുദ്ധവിഹാരങ്ങൾ തകർത്തിട്ടുള്ളത്, ബുദ്ധവിഹാരങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇസ്ലാമിക ഭരണകാലത്താണ്. ആദിശങ്കരന്റെ കാലത്ത് പ്യുവർലി ഇന്റലക്ച്വൽ ഡിബേറ്റുകളിൽ കൂടെയാണ് ബൗദ്ധരുമായിട്ട് നടന്നിട്ടുള്ളത്. ശ്രീ സേനാപതി വേണു, ഇനി പ്രസക്തമായ രാഷ്ട്രീയ വിഷയം 2024 രാമതരംഗം രാജ്യത്ത് ആഞ്ഞു വീശുമ്പോൾ നിങ്ങളും ആദ്യം ശങ്കിച്ചതും നിലപാടെടുക്കാൻ താമസം നേരിട്ടതും ഈ വിഷയം കൊണ്ട് തന്നെയാണല്ലോ. ഇപ്പോഴും കോൺഗ്രസിന്റെ പല നേതാക്കളും അയോധ്യയിലേക്ക് ഉടൻ തന്നെ ഞങ്ങൾ പോകുമെന്നുള്ള രീതിയിൽ നിൽക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണല്ലോ. ഈ രാമതരംഗത്തിൽ കടപുഴകി വീഴാതിരിക്കാൻ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. അങ്ങനെ കടപുഴകി വീഴാൻ തക്ക രീതിയിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയ വിഷയം ഈ കാര്യത്തിലുണ്ടോ? ഞാൻ അതിനു മുമ്പ് ബഹുമാന്യായ ടി ജിയെ പോലൊരാള് എന്തെങ്കിലും പറയുന്നത് അറിവില്ലാതെയാണ് അല്ലെങ്കിൽ പഠിക്കാതെയാണ് എന്നൊന്നും ആരോപിക്കാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ഇവിടെ വളരെ ഭംഗ്യന്തരേണ ചില കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം കമ്പയർ ചെയ്തത് കേരളത്തിലെ 3000-ഓളം ക്ഷേത്രങ്ങളുടെ അധിപൻ എന്നുള്ളത് ഇപ്പം ബഹുമാന്യായ മന്ത്രി രാധാകൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അദ്ദേഹം ദേവസ്വത്തിന്റെ മന്ത്രി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ശബരിമലയിൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ട എന്താ പറയുന്നത് ഈ മകരവിളക്കിന്റെ ദിവസം പോലും അദ്ദേഹം അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അദ്ദേഹം ശ്രീകോവിലിനകത്ത് കയറിയോ ശ്രീകോവിലിലെ തന്ത്രിമാരും പൂജാരിമാരും നടത്തുന്ന ഏതെങ്കിലും പ്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ? അങ്ങേപ്പോലൊരാള് ഈ രീതിയിലുള്ള ഒരു കമ്പാരിസൺ ഇതുമായിട്ട് നടത്തുമ്പോൾ നമ്മള് ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. വൈ നോട്ട്? ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതായത് കേരളത്തിലെയും ഉത്തരേന്ത്യയിലെയും ക്ഷേത്ര സമ്പ്രദായങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു മാസം മുമ്പ് കാശിയിൽ ഞാൻ പോയതാണ്. അവിടെ നമുക്ക് ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിനുള്ളിൽ കയറാം, അവിടെ ശിവലിംഗത്തിൽ നേരിട്ട് അഭിഷേകം ചെയ്യാം, തൊട്ടു വണങ്ങാം. ഉജ്ജയിനിയിലെ മഹാകാല ക്ഷേത്രത്തിൽ 2 സമ്പ്രദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണത്. കേരളത്തിലെ കേരളത്തിൽ താന്ത്രിക പാരമ്പര്യമാണ്, കേരളത്തിൽ അത് പറ്റില്ല. എന്നാൽ ഉത്തരഭാരതത്തിൽ അത് പറ്റും. ഉത്തരഭാരതത്തിലെ വലിയ ക്ഷേത്രങ്ങളിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ താങ്കൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സേനാപതി ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞാന് ഷാബു പ്രസാദ് വടക്കേ ഇന്ത്യയിൽ വളരെ ദീർഘകാലം എന്ന് പറഞ്ഞാൽ 1 ദശാബ്ദ കാലത്തോളം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുകയും പല ക്ഷേത്രങ്ങളിൽ എന്താ പറഞ്ഞ ആചാരത്തിന്റെ ഭാഗമായി, കൗതുകത്തിന്റെ ഭാഗമായി, കാഴ്ചയ്ക്കും ഒക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ഈ പ്രധാനമന്ത്രി ശ്രീകോവിലിൽ കയറിയിട്ടില്ലേ താങ്കൾ? ഇല്ല, ഞാൻ ശ്രീകോവിൽ കയറിയിട്ടില്ല. ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ താങ്കൾ ശ്രീകോവിലിൽ കയറിയിട്ടില്ലേ? അല്ലെന്നേ, ഞാൻ കയറാം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ താങ്കൾക്ക് കയറാം. ഞാന് ഒരു ശ്രീകോവിൽ കയറിയിട്ടില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ആചാരം വടക്കേ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കയറാനുള്ള അനുവാദമുണ്ട്. അല്ല, ഞാൻ അതിനെ തർക്കിക്കുന്നില്ലല്ലോ. എനിക്കറിയില്ലാത്തൊരു കാര്യത്തെ തർക്കിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു, പിന്നെ ഇന്ത്യയുടെ ടി ജി പറഞ്ഞത് ശരിയാണ്. ഉത്തരേന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും അകത്ത് കയറി മണിയടിക്കാനും വിഗ്രഹങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് അഭിഷേകം നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭക്തർക്കുണ്ട്. ശരി, അതുകൊണ്ട് ഉള്ളതാണ്. ശരി, ഷാബു പറഞ്ഞത് ശരിയുമാണ്. ഞാൻ ചോദിക്കുന്ന, എങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ഈ ശ്രീകോവിലേക്ക് പോകുന്നത് പോലെ ഈ അയോധ്യയുടെ മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ, അതല്ല എങ്കിൽ ആ നഗരസഭയുടെ ചെയർമാനെ അവരെയും കൂടെ വിളിക്കാമല്ലോ. അവരൊക്കെ പോകട്ടെ, എല്ലാവരും കൂടെ പോകട്ടെ.
അപ്പോ ഇതിനകത്ത് ശ്രീ ഷാബു പ്രസാദെ അങ്ങ് പറഞ്ഞതുപോലെ സംഘാടകർ തീരുമാനിക്കും, സംഘാടകർക്ക് നോട്ടീസ് അടിക്കാം, പരിപാടിയിൽ മാറ്റം വരുത്താം എന്നൊക്കെ പറയുന്ന ആ ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമാണോ ഇവിടെ നടന്നിരിക്കുന്നത്? ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു മോഹൻ ഭാഗവതിനെ. ഞാൻ ചോദിക്കുന്ന ഈ ഹിന്ദു എന്നതിനെ കുറിച്ച് ടി ജി ഇവിടെ സൂചിപ്പിക്കുന്നു. സാർ, ആരാണ് ഹിന്ദു? ഞാനും ഹിന്ദുവാണ്, എനിക്കും ഹിന്ദുത്വത്തെ കുറിച്ച് പറയാനും ഹിന്ദുത്വത്തിൽ അവകാശവുമുള്ള ആളാണ്. അപ്പോ ഇത് ഞങ്ങൾ ഇന്ന ആളുകളാണ്, ഒന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞേ, ഒന്ന് ആത്മവിശ്വാസത്തോടെ പറയൂ, ഞാൻ ഹിന്ദുവാണ്. ഒന്ന് കേൾക്കട്ടെ സാർ. അങ്ങ് പറയുന്നതിനേക്കാൾ ആത്മവിശ്വാസത്തോടു കൂടി എവിടെയും പറയാൻ ധൈര്യമുള്ള ഒരാളാണ് ഞാൻ. ഹിന്ദുവാണ് എന്ന് ഞാൻ എനിക്ക് പറയുന്നതില് ഒരാത്മവിശ്വാസ കുറവെന്നല്ല, നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു, നല്ല ആത്മവിശ്വാസത്തോടു കൂടി. പക്ഷെ അതോടൊപ്പം ഞാൻ പറയുന്നു, ഞാനൊരു മതേതര വിശ്വാസിയാ. ഞാൻ ഒരു മതത്തെയും എതിർക്കുന്നവനോ ഭർഷിക്കുന്നവനോ അല്ല. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എന്റെ ഹിന്ദു ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നില്ല, അത് പറയാൻ ആത്മവിശ്വാസമുണ്ട്, പക്ഷെ പറയില്ല. എന്തിനാണ് ശ്രീ ടി ജി മോഹൻദാസ് ഈ സേനാപതി വേണുവിന്റെ ആത്മവിശ്വാസത്തെ അങ്ങ് ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നു ഞാനൊരു ഹിന്ദുവാണെന്ന്. എന്താണ് അതിന് ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നത്? ശതമാനത്തോടെ. അത് മാത്രമല്ല, ഞാൻ ഹിന്ദു ജനവിഭാഗത്തിൽ ഒരു ഈഴവനാണ്. ഗുരുദേവ ധർമ്മങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നവനാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന്റെ സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ ഗുരുദേവന്റെ സിദ്ധാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഈഴവൻ കൂടിയാണ് ഞാൻ. എനിക്ക് ആ കാര്യം പറയുന്നതിന് മടിയില്ല. പക്ഷെ ഞാനൊരു തികഞ്ഞ മതേതര വിശ്വാസിയാണ്. അതാണ് എന്റെ വ്യക്തിത്വമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി ടി ജി തടയാതിരിക്കുകയാണെങ്കിൽ ഇനി തടയാതിരിക്കുകയാണെങ്കിൽ ഇപ്പോ ഇതേ ഉള്ളൂ. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് മസിലുണ്ട്, എനിക്ക് ലങ് പവറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഹിന്ദു ആണെന്ന് മാത്രം അദ്ദേഹം പറയുന്നില്ല. ഞാൻ ഈഴവനാണെന്ന് വരെ പറഞ്ഞു, പക്ഷെ ഹിന്ദു ആണെന്ന് പറയുന്നില്ല. ഞാൻ മതേതരനാണെന്ന് പറയുന്നത്. നമസ്കാരം, ഒരു കുഴപ്പമില്ല, ഇതറിയാൻ വേണ്ടി. ഹിന്ദു മതത്തിലെ സബ് ഡിവിഷൻ ആയിട്ടുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഇതിൽ രണ്ടിലും അഭിമാനം കൊള്ളുന്ന ആളാണ്. ഇനി എന്താ അതിനപ്പുറത്ത് വേണ്ടത്? അപ്പൊ അതിനൊരു നമസ്കാരം. അല്ല, സബ് ഡിവിഷൻ എനിക്കറിയണ്ട. ഹിന്ദു ആണെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കോൺഗ്രസ്സുകാരൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ്. ഇന്നത്തെ ഡിബേറ്റ് ഒന്ന് ആദ്യത്തെ ഒരു കോൺഗ്രസ്സുകാരനെ ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു മതേതര വിശ്വാസം എന്റെ മനസ്സിലുണ്ട്. ഈ രാമക്ഷേത്രത്തോടൊന്നും ഇത്ര വലിയ പുച്ഛമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ എന്റെ അവസരം മഞ്ജുഷ, അതിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടി കൂടിയാണിത്. ഹിന്ദു വിരുദ്ധരല്ല എന്ന് കാണിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ അയോധ്യയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് മുകളിൽ നിന്ന് AICC-യിൽ നിന്നൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ മിക്ക നേതാക്കളും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പോയ വിക്രമാദിത്യ സിംഗിനെ പോലെയുള്ള മന്ത്രിമാർ അവരും അതേ നിലപാട് തന്നെയാണ് എടുത്തിരുന്നത്. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് വന്നു, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഭംഗിയായിട്ട് നടന്നു, ഇനി 2024 ഒരു രാമതരംഗം ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ്. മഞ്ജുഷ, വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരിൽ 99.9% ഹൈന്ദവ വിശ്വാസികളും അവരൊക്കെ ഹൈന്ദവ ക്ഷേത്രത്തിൽ പോകുന്നതും ഹൈന്ദവ ആചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുമാണ്. ആ കാര്യത്തിൽ എന്താണ് തർക്കമിരിക്കുന്നത്? അവിടുത്തെ 99.9% കോൺഗ്രസ് നേതാക്കന്മാരും ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അവരൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്, ആ മതപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉള്ളതാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ നേരിട്ട് വരാം. ഈ രാമതരംഗം ഇനി വടക്കേ ഇന്ത്യയിൽ ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. അടിക്കില്ല എന്ന് ഞാൻ സ്ഥിതി വിവര കണക്കുകളോട് പറയുകയാണ്. ഒന്ന്, നമുക്ക് ഉത്തർപ്രദേശിൽ തന്നെ തുടങ്ങാം. ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് സീറ്റുകളാണ്. നമ്മളിപ്പോ ഇനി തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചരണ രംഗം അല്ലെങ്കിൽ അതിന്റെ ഒരു എണ്ണത്തിലേക്കാണല്ലോ പോകുന്നത്. ആ സീറ്റുകളിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കാവുന്ന പരമാവധി സീറ്റുകളും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ സ്നേഹിതർ TG മോഹൻദാസും ശ്രീ ഷാബു പ്രസാദും എത്ര വിയോജിച്ചാലും ഞാൻ അവരോട് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച അത്രയും പാർലമെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് രാമജന്മക്ഷേത്രത്തെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ലഭിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഞാനത് ഓർമ്മപ്പെടുത്താനായിട്ട് ഒറ്റ കാരണം എന്ന് ചോദിച്ചാൽ, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ്, ഒരു 30 ദിവസം മുമ്പ്
ഉത്തർപ്രദേശിലെ ക്വാസി എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. എങ്ങനെയാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ ഒരു സിറ്റിംഗ് MLA രാജിവെച്ച് BJP യിൽ ചേർന്നു. രാജിവെച്ചു, അദ്ദേഹം MLA പദം രാജിവെച്ചു. അദ്ദേഹത്തെ തന്നെ BJP അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പുറത്തൊരു സ്ഥാനാർത്ഥി മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആള് അത് BJP മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ 36,000 വോട്ടിന് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോക്കുകയാണ് ചെയ്തത്. യോഗി അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തു തരാം. കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹമാണ് ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും സ്ഥിരമായി അവിടെ ജയിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തെ പോലും അട്ടിമറിക്കാൻ ആ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് BJP നേതൃത്വം വളരെ ഗൗരവമായി എടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. റജി, ഞാൻ പറഞ്ഞത് 36,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിൽ. അതായത് യോഗി ആദിത്യനാഥ് നേരിട്ട് വന്ന തെരഞ്ഞെടുപ്പ് 2 ആഴ്ച പ്രചരണം നടത്തി. കാരണം അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു, ഉത്തർപ്രദേശിൽ നിലവിലുള്ള BJPയുടെ സീറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 സീറ്റുകളുടെയെങ്കിലും കുറവ് വരും. അത് രാഷ്ട്രീയ കാരണമാണ്. അതിന് നിങ്ങൾ രാമനെ പിടിച്ചാലും കൃഷ്ണനെ പിടിച്ചാലും ഇനിയിപ്പോ നിങ്ങൾ ഗ്യാൻവാപ്പി മസ്ജിദ് കുഴിച്ചാലും ഏത് കുഴിക്കൽ നടത്തി കഴിഞ്ഞാലും രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നു, 25 സീറ്റ് നിലവിൽ ഉത്തർപ്രദേശിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. 1. 2, മധ്യപ്രദേശിലേക്ക് 28. രാഹുൽ ഗാന്ധി അമേത്തിയിൽ ജയിക്കുമോ? രാഹുൽ ഗാന്ധി അമേത്തിയിൽ ജയിക്കുമോ? അതൊക്കെ കാണാവുന്നേ. രാഷ്ട്രീയത്തില് വാജ്പേയി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? അദ്വാനി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? മുരളി മനോഹർ ജോഷി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലേ? ഇനിയിപ്പോ കേരളത്തിൽ എത്രയോ നിങ്ങളുടെ നേതാക്കന്മാർ തോറ്റുകൊണ്ടിരിക്കുന്നു. അതൊക്കെ രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിലെ 80 പാർലമെന്റ് മണ്ഡലങ്ങളിൽ, ഞാൻ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിലേക്ക് വരികയാണ്. മധ്യപ്രദേശിലെ 28-ൽ 26-ഉം ഇപ്പോൾ 27-ഉം നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഞങ്ങൾ പറയുന്നു, ആ മധ്യപ്രദേശിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 12 സീറ്റുകളെങ്കിലും സേനാപതി ഇങ്ങനെ ഓരോ സംസ്ഥാനമായിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 303-ൽ നിന്ന് നിങ്ങൾ താഴേക്ക് പോരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024-ൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇനി രാമജന്മഭൂമിയുടെ പേരിൽ എന്ത് കാഹളം ഈ നാട്ടിൽ ഊതി കഴിഞ്ഞാൽ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ റെക്കോർഡിനെ മറികടക്കുമെന്നാണല്ലോ ഇപ്പൊ സേനാപതി പറഞ്ഞു വരുന്നതെന്ന് തോന്നുന്നത്. എങ്ങനെ അല്ല, ഇപ്പോൾ ഇന്ത്യ സഖ്യമാണല്ലോ. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സാധ്യതയില്ലല്ലോ. കോൺഗ്രസ് 1984 ആ റെക്കോർഡിനെ മറികടക്കും എന്നാണെന്ന് തോന്നുന്നു താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ലല്ലോ, ഞാൻ 2009-ൽ ഞങ്ങൾ 22 സീറ്റ് ജയിച്ചതാണ് മഞ്ജുഷേ. 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 22 സീറ്റുകൾ ജയിച്ചിട്ടുള്ളതാണ്. ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങൾക്ക് 8 മുതൽ 12% വോട്ടുകൾ ഉത്തർപ്രദേശിലുണ്ട്. അപ്പൊ ഞങ്ങളൊരു മുന്നണി സഖ്യത്തിൽ വന്നാൽ ഞങ്ങളുടെ ശക്തിക്ക് അനുസരിച്ചുള്ള സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ശരി, സിബിയും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്തതിന് ശേഷം മറ്റു രണ്ടുപേരിലേക്കും പോകാം. സിബി നടത്തട്ടെ, സിബിയും കൂടെ കൂട്ടിച്ചേർക്കട്ടെ, കാരണം രണ്ടുപേരും ഒരേ നിലപാടാണ്. സിബി, ഞാൻ മഞ്ജുഷ, അതിനകത്ത് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള 2 പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ശ്രീ സേനാപതി വേണു പറയുന്ന രാമജന്മഭൂമി അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു ചലനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ പോയിന്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം വെച്ചാൽ UP അടക്കം, മധ്യപ്രദേശ് അടക്കം, രാജസ്ഥാൻ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP കഴിഞ്ഞ തവണ അവർക്ക് നേടാവുന്ന പരമാവധി സീറ്റുകൾ നേടിക്കഴിഞ്ഞു. അത് ഇനി കൂടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇനി അത് കുറയാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ആ കുറയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് BJP ഇത്രയും വിശാലമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ രാമനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലാതെ ഈ ഇന്ത്യ കാത്തിരുന്ന, ഇന്ത്യയുടെ ആത്മാവറിയുന്ന, ഇന്ത്യയുടെ ഹിന്ദുക്കളുടെ ദൈവമായ രാമനല്ല. BJPയുടെ രാഷ്ട്രീയ രാമന്റെ പ്രതിഷ്ഠയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അയോധ്യയിൽ നടന്നത്. ആ രാഷ്ട്രീയ രാമൻ എന്ന് പറയുന്നത് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമാണ്. ശ്രീ TG മോഹൻദാസ് നേരത്തെ പറഞ്ഞതുപോലെ പല ക്ഷേത്രങ്ങളുടെയും ഈ വിഗ്രഹങ്ങൾ ചവിട്ടുകല്ലാക്കി മാറ്റി എന്ന് അദ്ദേഹം ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. അതുപോലെ ഞാൻ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിഷ്ഠിച്ച രാമവിഗ്രഹം
വിഗ്രഹം ഇതുപോലെ ഒരു ചവിട്ടുപടി മാത്രമാണ്, ഒരു രാഷ്ട്രീയ വിജയത്തിന്റെ ചവിട്ടുപടി മാത്രമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ നിഷ്കളങ്കരായ ഒരുപാട് പേര്, ഗായിക ചിത്രയടക്കമുള്ള ആൾക്കാർ ഇത് യഥാർത്ഥ രാമനാണ് എന്ന് വിചാരിച്ച് ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അത് രാഷ്ട്രീയ രാമനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ജനത ആർജിച്ചെടുക്കുകയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷെ അതുവരെ നിലവിൽ ഉത്തരേന്ത്യയിലെ ഒരു അവസ്ഥ അനുസരിച്ച് അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി പലർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലും ഇല്ല, ഒരിടത്തും ഇല്ല. കാരണം എല്ലായിടത്തും, കേരളത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം വർഗീയമായി വിഭജിക്കപ്പെട്ട ഒരു ജനതയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ വിഷയം വർഗീയമായി പരമാവധി ഊതി കത്തിക്കാൻ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ബുദ്ധിജീവികളായ സാംസ്കാരിക നായകന്മാർ ഈ ഹൃദയം തകരുന്ന കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഫീലിംഗ് ഇല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പരമാവധി വർഗീയ വൈരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ ലിബറലുകൾ ഒരു സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നുള്ളത് വേറെ കാര്യം. കാരണം അടുത്ത വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ക്രോഡീകരണം, ഒരു റിലീജിയസ് ക്രോഡീകരണം ഒരു വശത്തേക്ക് ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തില് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ മതം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2024 പക്ക ഒരു തികഞ്ഞ് 100% ഒരു മതാധിഷ്ഠിത തെരഞ്ഞെടുപ്പായിരിക്കും. സംഭവങ്ങളും രാഷ്ട്രീയ രാമൻ എന്നുള്ള ആരോപണത്തിലുള്ള മറുപടി. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ്കാർ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ മതേതര ഹിന്ദു എന്നുള്ള ഒരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ഒരു നിരീക്ഷണം കൂടി താങ്കളുടെ ഭാഗത്ത് നിന്ന്. ഈ രാഷ്ട്രീയ രാമൻ എന്നൊക്കെ വിളിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. രാമൻ തന്നെ ഒരു രാജാവായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഹെഡായിരുന്നു അയോധ്യയുടെ, ഇല്ലേ? പട്ടാഭിഷേകമൊക്കെ നടത്തി രാജാവായിട്ട് ചെയ്ത ആളാണ്. സോ ഹി വാസ് ഇന്നത്തെ അർത്ഥത്തിലല്ലെങ്കിലും ഹി വാസ് എ പൊളിറ്റീഷ്യൻ, ഹി വാസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരുപക്ഷെ അന്നത്തെ അയോധ്യയിലെ നരേന്ദ്രമോദി അല്ലെങ്കിൽ പിണറായി വിജയൻ, ഇതായിരുന്നു രാമൻ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് രാമോ വിഗ്രഹൻ ധർമ്മ എന്ന് പറയുന്ന ക്വാളിറ്റീസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് രാമൻ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ ഈ രാഷ്ട്രീയ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാവും. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും പാട്ടുകാരും ചിത്രയും എന്നൊക്കെ ഒരു ചെറുപ്പക്കാരൻ തട്ടിവിടുമ്പോൾ എന്താ ചെയ്യുക? ഇതൊന്നും തിരിച്ചറിയാൻ പാടില്ല. തിരിച്ചറിയാവുന്ന ഈ കുറേ മഹാന്മാർ ഇവർ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്പർ 2, ഞാൻ പറയട്ടെ, എനിക്ക് അടുത്ത തെരഞ്ഞെടുപ്പില്ല. സേനാപതി വീണ്ടും സേനാപതി വീണ്ടും ഒരു ചോദ്യം. ഈ കാശി ശങ്കരാചാര്യന്മാർക്ക് ഇത് മനസ്സിലാകാത്തത് അവരൊക്കെ ഈ പറഞ്ഞ പോലെ മടയന്മാരായതുകൊണ്ടാണോ? സോറി, ശങ്കരാചാര്യന്മാർ, കാശിയല്ല, ശങ്കരാചാര്യന്മാര് 4 പേര്. കാശി ശങ്കരാചാര്യർക്ക് എന്ത് പറ്റി? ഇല്ല, 4 മഠത്തിനും ഒന്നും പ്രശ്നമില്ലല്ലോ. പുരി ശങ്കരാചാര്യ മാത്രമാണ് ബാക്കി 3 പേരെ മാനേജ് ചെയ്തു. ആദ്യം 4 പേരും പറഞ്ഞിരുന്നു. അതിന് കാരണം വിശദീകരിച്ച 4 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തെറ്റായിട്ട് വന്നതാണ് എന്ന് അവർ തന്നെ ക്ലാരിഫിക്കേഷൻ ഇറക്കി. നമ്പർ 2, ഞാൻ പറയട്ടെ, ഈ ശങ്കരാചാര്യന്മാർക്ക് അവർ ട്രാവൽ ചെയ്യുന്നൊരു സമയമുണ്ട്, അപ്പോഴേ അവർ ട്രാവൽ ചെയ്യുള്ളൂ. അവരുടെ കൂടെ വലിയ പാരഫെർനേലിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വരുന്നില്ല. ഇനി ശങ്കരാചാര്യർ, നിങ്ങൾ പറഞ്ഞ പോലെ ശങ്കരാചാര്യരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് വെച്ചോ, ആയിക്കോട്ടെ. അതുകൊണ്ട് എന്താ അവർ വന്നില്ലെങ്കിൽ വന്നില്ല. ഇതെന്താ ഒരു അമ്പലം, നാരായണഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ എത്ര ശങ്കരാചാര്യന്മാരുണ്ടായിരുന്നു? അന്ന് ഈ മഠങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ എന്താ ശ്രീകോവിലുണ്ടായിരുന്നോ? നാലമ്പലം ഉണ്ടായിരുന്നോ? ഗോപുരം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു പുഴയിൽ ഇറങ്ങിയിട്ട് നാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തി അരുവിപ്പുറത്ത്. നിങ്ങൾ എന്തിനാണ് ഈ അതോറിറ്റി ചലഞ്ച് ചെയ്യുന്നത്? ശങ്കരാചാര്യർ വന്നാലേ അമ്പലമാകുള്ളൂ. അല്ല സാറേ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ ഒരേ സമയം പൈതൃകത്തെ അംഗീകരിക്കുകയും പൈതൃകത്തെ വെല്ലുവിളിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അത് വളരെ സൗകര്യപ്രദമായ ഒരു സ്റ്റാൻഡല്ലേ? അതായത് ഒരു പൈതൃകം നമുക്ക് വേണ്ടുന്ന സ്ഥലത്തോ അതിനെ പൈതൃകം അഭിഷേകം ചെയ്യുക. ഇപ്പോൾ ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിനുള്ളിലേക്ക്, അയോധ്യയിലെ രാമക്ഷേത്രത്തിനുള്ളിലേക്ക്
ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനും ക്യാമറാമാൻ പ്രശാന്തും അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. അവർക്ക് രാമക്ഷേത്രത്തിനുള്ളിൽ കയറുവാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രഞ്ജിത്ത് അല്പസമയത്തിനുള്ളിൽ ഈ വിവരണവും കൂടി നൽകും. അത് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. രാമക്ഷേത്രത്തിനുള്ളിലേക്ക് ന്യൂസ് 18 വാർത്താ സംഘം പ്രവേശിക്കുകയാണ്. രഞ്ജിത്ത്, ഹലോ 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 രഞ്ജിത്ത് പറഞ്ഞോളൂ, ഉള്ളിലേക്ക് പ്രവേശനം കിട്ടിയോ? അകത്തെത്തിയോ? ന്യൂസ് 18 വാർത്താ സംഘം രാമക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശ്രീരാമക്ഷേത്രത്തിന്റെ നമ്മുടെ ക്യാമറയിൽ പതിയുന്ന ആദ്യ ദൃശ്യങ്ങളാണ്. നമ്മൾ കേരളത്തിൽ ആദ്യമായി ശ്രീരാമക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആദ്യമായി ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു. നമ്മുടെ ഇന്ന് പ്രൗഢഗംഭീരമായി ഉദ്ഘാടനം നടന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ആദ്യ ദൃശ്യങ്ങൾ നൽകുന്നു. പ്രൗഢഗംഭീരമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത വലിയ ചടങ്ങിൽ ഉദ്ഘാടനം പ്രതിഷ്ഠ നിർവഹിച്ച ശ്രീരാമക്ഷേത്രം ഇതാ ന്യൂസ് 18 പ്രേക്ഷകർക്കായി അതിന്റെ മനോഹരമായ കൊത്തുപണികളാൽ ഇന്ത്യൻ വാസ്തു നിർമ്മിതിയിൽ നാഗരിക ശൈലിയിൽ നിർമ്മിച്ച ശ്രീരാമക്ഷേത്രം 2500 വർഷം ആയുസ് നിശ്ചയിച്ചിരിക്കുന്ന ഭൂകമ്പത്തെ പോലും അതിജീവിക്കുന്ന ശ്രീരാമക്ഷേത്രം ഇതാ ന്യൂസ് 18 പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയാണ്. ശ്രീരാമക്ഷേത്രത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇതാ ന്യൂസ് 18 പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു.